ഇന്ത്യൻ സ്വാതന്ത്ര്യ സേനാനി സുബ്രഹ്മണ്യ ശിവൻ എഴുതിയ മോക്ഷസാധന രഹസ്യം എന്ന പുസ്തകത്തിൽ കുണ്ടലിനി ഊർജത്തെ ഉണർത്തുന്നതിനുള്ള ഏക മാർഗം പ്രാണായാമം മാത്രമല്ലെന്ന് യോഗി വിശദീകരിക്കുന്നു. പൂർണ്ണമായ ഭക്തി, ദാർശനിക ധ്യാനം അല്ലെങ്കിൽ ഋഷിമാരുടെ കൃപ എന്നിവയിലൂടെയും അതുണർത്താൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം തന്നെ പ്രാണായാമത്തിന്റെ പാത പിന്തുടർന്നുവെങ്കിലും യോഗി പറയുന്നു, പ്രകൃതിയുടെ ക്രമത്തിനപ്പുറമുള്ള ഏതെങ്കിലും പ്രതിഭാസം നാം നിരീക്ഷിക്കുമ്പോഴെല്ലാം അത് യഥാർത്ഥത്തിൽ കുണ്ടലിനി ഊർജത്തിന്റെ പ്രവൃത്തിയാണ്. മറ്റു പാതകൾ പിന്തുടരുന്നവർ ഈ കുണ്ടലിനി ഊർജത്തിന്റെ സ്വാധീനത്തിൽ വിജയിക്കുന്നു, പക്ഷേ അവരതറിയുന്നില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. വിജയം കൈവരിക്കാൻ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ സുഷുമ്നാ നാഡി വഴി ഈ കുണ്ടലിനി ഊർജത്തെ ഉണർത്തണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച ഭക്തന് പലപ്പോഴും ഒരു കാര്യം മനസ്സിലാകുന്നില്ല. തന്റെ ഏകാഗ്രമായ ഭക്തിയുടെ തീവ്രത തന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കുണ്ടലിനി ഊർജത്തിന്റെ ഒരു ചെറിയ ഭാഗം ഉണർത്തിയിട്ടുണ്ട്. ആ ഉണർവ് തന്റെ പ്രാർത്ഥനയെ ഫലപ്രദമാക്കി.